നമസ്കാരം. രാജ്യം കാത്തിരിക്കുന്ന ജനവിധിക്ക് ഒരു നാൾ മാത്രം ബാക്കി നിൽക്കെ പരക്കെ ചർച്ചയാകുന്നത് നരേന്ദ്രമോദിയുടെ മൂന്നാം വരവ് പ്രവചിക്കുന്ന എക്സിറ്റ് പോൾ ഫലങ്ങളാണ്. എൻഡിഎക്ക് 350 മുതൽ 415 സീറ്റുകൾ വരെ പ്രവചിക്കുന്ന വിവിധ ഏജൻസികളുടെ എക്സിറ്റ് പോൾ ഫലങ്ങൾ രാജ്യത്ത് ഭരണാനുകൂല തരംഗമുണ്ട് എന്ന സൂചന നൽകുകയാണ്. വൻ പ്രതീക്ഷയിൽ മത്സരത്തിനിറങ്ങിയ ഇന്ത്യ കൂട്ടായ്മയ്ക്ക് പരമാവധി പ്രവചിക്കുന്നത് 200-നടുത്ത് സീറ്റുകൾ മാത്രമാണ്. കേരളത്തിലേക്ക് വന്നാൽ UDF മുന്നേറ്റവും LDFന് 3 സീറ്റും പ്രവചിക്കുന്ന സർവേയിൽ NDAക്ക് കണക്കാക്കുന്നത് 1 മുതൽ 3 സീറ്റ് വരെയാണ്. ചിലപ്പോൾ കൃത്യതയോടെയും ചിലപ്പോൾ പാടെ പിഴച്ചും പ്രവചനങ്ങൾ രണ്ടറ്റങ്ങൾ മുട്ടുന്ന എക്സിറ്റ് പോൾ അനുഭവങ്ങൾ നമുക്കുള്ളപ്പോൾ പുതിയ പ്രവചനങ്ങളെ ഏതളവിൽ നമ്മൾ വിശ്വാസത്തിലെടുക്കണം? ന്യൂസ് ഈവനിംഗ് പരിശോധിക്കുന്നു. പ്രേക്ഷകർക്ക് സ്വാഗതം. ഈ വൈകുന്നേരം എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വരുന്ന സാഹചര്യത്തിൽ നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത് അഡ്വക്കേറ്റ് BN ഹസ്കർ, CPIM പ്രതിനിധീകരിച്ച്, കോൺഗ്രസ് പ്രതിനിധി ശ്രീ നിജേഷ് അരവിന്ദ്, BJPയുടെ ശ്രീ KVS ഹരിദാസ്, സാമൂഹിക രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ MN കാരശ്ശേരി എന്നിവരാണ്. അഡ്വക്കേറ്റ് BN ഹസ്കർ, എനിക്കൊന്ന് നമുക്കതിൻ്റെ ഒരു ഇന്ത്യയിലെ ടോട്ടൽ കണക്കുകൾ പുറത്തു വരുന്നതിൽ നിന്ന് തുടങ്ങാം. ഏറ്റവും കുറഞ്ഞത് 350 സീറ്റ് NDAക്ക്, ഏറ്റവും കൂടിയത് 401 സീറ്റ്. ഈ റേഞ്ചിലാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. അതായത് കഴിഞ്ഞ തവണയൊക്കെ ഏറ്റവും അടുത്ത്, അതായത് യഥാർത്ഥ കണക്കിന് ഏറ്റവും അടുത്ത് നിൽക്കുന്ന കണക്ക് പ്രവചിച്ചതാണ് ഇന്ത്യ ടുഡേ മൈ ആക്സിസ് സർവേ. ആ സർവേയിൽ പറയുന്നു BJPക്ക് അല്ലെങ്കിൽ NDAക്ക് 401 സീറ്റുകൾ കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്ന്. 400 സീറ്റ് എന്നതാണ് NDAയുടെ അവകാശവാദം. ഇതിനോട് അടുത്ത് നിൽക്കുന്ന ഒരു പ്രവചനം പുറത്തു വന്നിരിക്കുന്ന സാഹചര്യത്തെ താങ്കൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ഒരു മോദി തരംഗം ഈ തെരഞ്ഞെടുപ്പിൽ എവിടെയും കാണാൻ കഴിഞ്ഞില്ല എന്നൊക്കെയായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് വിദഗ്ധർ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതായിരിക്കും ഫലമെങ്കിൽ അത് വ്യക്തതയുള്ള ഒരു മോദി തരംഗത്തിന്റെ ലക്ഷണമല്ലേ? ഗോപീഷൻ, ഇതിൽ കാണേണ്ടത് സെഫോളജി ഒരു ശാസ്ത്രശാഖയല്ല. സ്വാഭാവികമായും സെഫോളജി ഉപയോഗിച്ച് വരുന്ന പ്രഡിക്ഷൻസുകൾക്ക് ശാസ്ത്രീയ അടിത്തറ ഇല്ല. അതിന് പ്രധാനപ്പെട്ട കാരണം അത് സാമ്പിളുകൾ എടുക്കുന്നതെ സംബന്ധിച്ച് ഇപ്പോഴും തർക്കങ്ങൾ സമൂഹത്തിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പ് വിദഗ്ധർ എന്ന് അവകാശപ്പെടുന്ന പഠന വിധേയമാക്കപ്പെടുന്ന വിഷയങ്ങളിൽ അപകടം പതിയിരിക്കുന്നത് സാമ്പിളുകൾ എടുക്കുന്ന ഘട്ടത്തിൽ ഇന്ത്യയുടെ സ്ത്രീകളുടെ കണക്കുകളോ അല്ലെങ്കിൽ പുതിയ വോട്ടർമാരുടെ കണക്കുകളോ ഒന്നും അങ്ങനെ തന്നെ കൃത്യമായി ലഭിക്കാറില്ല എന്നുള്ളതാണ്. പലപ്പോഴും ഇന്ത്യ ടുഡേ അടക്കമുള്ള മൈ ആക്സിസ് അടക്കമുള്ള സ്ഥാപനങ്ങൾ നടത്തുന്ന ഇത്തരം പ്രവചനങ്ങൾ ശരിയാകാതിരിക്കുന്നത്. നമ്മുടെ മുൻ അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. 2004 അടൽ ബിഹാരി വാജ്പേയി വീണ്ടും അധികാരത്തിലെത്തും എന്ന് പ്രവചിച്ചവരാണ് ഇത്തരം എക്സിറ്റ് പോൾ ഫലദാതാക്കൾ. പക്ഷേ നമ്മുടെ അനുഭവം മറിച്ചായിരുന്നു. 2014 ഇതേ സാഹചര്യം തന്നെ സൃഷ്ടിക്കപ്പെട്ടു. 2017 ഛത്തീസ്ഗഡ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടും ഒക്കെ തന്നെ ഇത്തരത്തിൽ തെറ്റായ അഭിപ്രായങ്ങൾ വന്നിരിക്കുന്നു. 2024 എക്സിറ്റ് പോൾ ഫലത്തിൽ ഛത്തീസ്ഗഡിന്റെ കാര്യം ശരിയാണ്. അത് മാറ്റി നിർത്തി പൊതു തെരഞ്ഞെടുപ്പിന്റെ കണക്ക് പറഞ്ഞാൽ 2283 ആയിരുന്നു അന്ന് പ്രവചിച്ചിരുന്നത് ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ. NDAക്ക് 336. അതായത് NDAയുടെ ഒരു തിരിച്ചുവരവ് പ്രവചിക്കപ്പെട്ടതായിരുന്നു 2014 ഫലവും 2019 ഫലവും ഒക്കെ ഏതാണ്ട് ഇതിനോട് അടുത്ത് നിൽക്കുന്നതായിരുന്നു. 2004 താങ്കൾ പറഞ്ഞത് ശരിയാണ്. മിക്ക എക്സിറ്റ് പോൾ പ്രവചനങ്ങളും പാടെ തെറ്റുന്നത് നമ്മൾ കണ്ടു. ഇന്ത്യ ഷൈനിങ് ക്യാമ്പയിനിങ്ങിൽ വാജ്പേയി സർക്കാരിന് തുടർഭരണം ഉണ്ടാകും എന്ന പ്രവചനങ്ങളായിരുന്നു അന്നുണ്ടായിരുന്നത്. അത് പിഴച്ചുപോയി, ശരിയാണ്. പക്ഷേ ബാക്കി പൊതുവിലെ അനുഭവങ്ങൾ ഈ നമുക്കൊരു കണ്ണാടി പോലെ ആശ്രയിക്കാൻ കഴിയുന്ന ഒന്ന് എന്ന നിലയിലായിരുന്നു. അങ്ങനെ നമുക്ക് ഒരു പൊതു വിലയിരുത്തൽ ഇക്കാര്യത്തിൽ, കാര്യം ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇത്തരത്തിൽ ഒരു എക്സിറ്റ് പോൾ ഫലം വന്നിരുന്നു. BJPക്ക് അനുകൂലമായ ഒരു തരംഗം ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അവിടെ ആം ആദ്മി പാർട്ടി തൂത്തുവരികയായിരുന്നു. അപ്പോൾ അതുപോലെ നമ്മുടെ മുന്നിൽ തെറ്റായി പോയിട്ടുള്ള എക്സിറ്റ് പോൾ ഫലങ്ങളുണ്ട്. നമുക്ക് ഏറ്റവും പ്രകടമായൊരു ഉദാഹരണം നമ്മുടെ പശ്ചാത്തലത്തിൽ, കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ പരിശോധിച്ചാൽ കേരളത്തിൽ 3 സീറ്റ് വരെ BJPക്ക് ലഭിക്കാം എന്ന പ്രവചനമാണ് ഉണ്ടായിട്ടുള്ളത്. BJP ക്യാമ്പുകളിൽ പോലും ആത്മവിശ്വാസമില്ലാത്തതും ആയിട്ടുള്ള ഒരു പ്രവചനമായി. ഇതുവരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ മത്സരം
അതെ, കേരളത്തിൽ അസംഭാവികമായിട്ടുള്ള 2% LDF-ഉം UDF-ഉം തമ്മിലുള്ള LDF-ഉം BJP-യും തമ്മിലുള്ള വ്യത്യാസം, NDA മുന്നണിയും തമ്മിലുള്ള വ്യത്യാസം 2% മാറുന്നു എന്ന് കേരളത്തിൻ്റെ സാഹചര്യത്തിൽ നമുക്ക് ചിന്തിക്കാനോ. അങ്ങനെ ആവണമായിരുന്നു എങ്കിൽ 45% വരുന്ന കേരളത്തിലെ മുസ്ലിം, ക്രിസ്ത്യൻ, അതുപോലെ മറ്റ് പിന്നോക്ക സമുദായങ്ങളിലുള്ളതാണ് കേരളത്തിലെ അനൗദ്യോഗിക കണക്കാണ്. അപ്പോൾ 55% ഭൂരിപക്ഷ സമുദായത്തിൽ നിന്നും BJP-ക്ക് വോട്ട് മുഴുവൻ ലഭിച്ചാൽ മാത്രമേ ഇത്തരമൊരു സാഹചര്യം സൃഷ്ടിക്കാനാവൂ. എന്തായാലും നമ്മുടെ കേരളത്തിൽ ന്യൂനപക്ഷ സമുദായങ്ങളായിട്ടുള്ള ക്രിസ്ത്യൻ, മുസ്ലിം വിഭാഗങ്ങൾ BJP-ക്ക് അനുകൂലമായി വോട്ട് ചെയ്തിട്ടുണ്ടാവും എന്നൊരു തരത്തിലും കരുതാനാവില്ല. അപ്പോൾ സ്വാഭാവികമായി BJP പറഞ്ഞുകൊണ്ടിരുന്നത് 2 സീറ്റ് അവർ മത്സരിക്കുന്നത് ജയിക്കും എന്ന് പറയുന്നിടത്ത് 3 സീറ്റ് എന്നുള്ള പ്രവചനം വരുമ്പോൾ തന്നെ 3% അത് തെറ്റായി പോയിരിക്കുന്നു എന്ന് നമുക്ക് വിലയിരുത്താനാവും. അതുതന്നെയാണ് ഇന്ത്യ ഒട്ടാകെയുള്ള സ്ഥിതി. ഇന്ത്യ ഒട്ടാകെ ഇതേ സ്ഥിതിയിലായിരിക്കില്ല. എനിക്ക് മനസ്സിലാകുന്നത് ഇന്ത്യയിൽ ഒരു ഹങ് പാർലമെൻറ്റിനുള്ള സാധ്യതയാണ് വരാനുള്ളത്. സ്വാഭാവികമായ അത്തരമൊരു സാഹചര്യം വരുമ്പോൾ രാഷ്ട്രീയ കുതിരക്കച്ചവടം നടത്തുന്നതിന് NDA-ക്കും BJP-ക്കും ഉള്ള സാഹചര്യം സൃഷ്ടിച്ചാൽ ഒരു പക്ഷേ BJP മുന്നണിക്ക് ഭരണം തുടർച്ച ഉണ്ടാവാനുള്ളൊരു സാധ്യതയാണുള്ളത്. പക്ഷേ ഇന്ത്യ മുന്നണിയുടെ തിരിച്ചുവരവ് ഇന്ത്യ ഒട്ടാകെ നാം കണ്ടിട്ടുള്ളതാണ്. കാരണം ഈ പ്രവചനങ്ങൾ എന്ന് പറയുന്നത് ഡൽഹിയെ സംബന്ധിച്ചുള്ളത് പോലും തെറ്റാണ്. കാരണം ഞാൻ ഡൽഹിയിൽ നേരിട്ട് അവിടുത്തെ പ്രചരണ പ്രവർത്തനങ്ങൾ നേരിട്ട് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരാളെന്ന നിലയിൽ ഡൽഹിയിൽ ഒരു വലിയ മാറ്റം NDA-ക്കെതിരെ ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഇപ്പോൾ പ്രവചിക്കുന്നത് 6 സീറ്റോളം ദില്ലിയിൽ NDA മുന്നണിക്ക് കിട്ടും എന്ന് പറയുന്നത് മാത്രമല്ല ഒരു സീറ്റ് തന്നെ ഒരു സാധ്യതയായിട്ടാണ് പറയുന്നത്. ആം ആദ്മി പാർട്ടി കോൺഗ്രസ് സഖ്യത്തിന് ഒരു സീറ്റ് തന്നെ ഒരു സാധ്യതയായിട്ടാണ് ഡൽഹിയിൽ പറയുന്നത്. മാത്രമല്ല അഡ്വക്കേറ്റ് BN ഹസ്കർ, ഈ എക്സിറ്റ് പോൾ നമുക്ക് അതിന്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. ഞാൻ മറ്റുള്ളവരിലേക്ക് കൂടി പോയ ശേഷം താങ്കൾ പറഞ്ഞതിലൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് ഇത് ഒരു ഹങ് പാർലമെന്റ് അല്ലെങ്കിൽ ഒരു സർക്കാർ വരാൻ പോകുന്നു, മന്ത്രിസഭ വരാൻ പോകുന്നു, സർക്കാർ വരാൻ പോകുന്നു. അവിടെ അതൊരു BJP-യുടെ സർക്കാർ തന്നെ രൂപീകരിക്കും. പക്ഷേ ഒരു ഒറ്റക്കക്ഷിയായി BJP-ക്ക് ഒരു കേവല ഭൂരിപക്ഷം മറികടക്കാൻ കഴിയില്ല എന്ന പ്രതീക്ഷയാണ് താങ്കൾക്ക് ഇപ്പോഴും ഉള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ചർച്ചയിൽ നമുക്ക് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരാം. ശ്രീ MN കാരശ്ശേരി, ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയൊരു സവിശേഷത ഒരു സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയത്തിനെതിരായി, BJP-യുടെ ഹിന്ദുത്വ അജണ്ടയ്ക്കെതിരായി, ഭരണഘടനാ വിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കുന്ന ഒരു സർക്കാരിനെതിരായി ഒരു പ്രതിപക്ഷ കൂട്ടായ്മയുടെ സാധ്യതകൾ ഈ തെരഞ്ഞെടുപ്പിൽ തെളിഞ്ഞു കാണും എന്ന ഇന്ത്യ മുന്നണിയുടെ അവകാശവാദമായിരുന്നു. നമുക്കറിയാം, ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ വരുന്ന അതേ ദിവസം ഇന്ത്യ കൂട്ടായ്മയുടെ ഒരു പ്രധാനപ്പെട്ട യോഗം ചേരുകയായിരുന്നു. അത് ഈ തെരഞ്ഞെടുപ്പ് സാഹചര്യങ്ങൾ ഫലം വന്നു കഴിഞ്ഞാൽ സ്വീകരിക്കേണ്ട രാഷ്ട്രീയ നിലപാടുകൾ സംബന്ധിച്ച് നിർണായക കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയായിരുന്നു ആ യോഗം. അപ്പോൾ അത്രമാത്രം കനത്ത പ്രതീക്ഷയിലാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളുടെ കൂട്ടായ്മയായ ഇന്ത്യ കൂട്ടായ്മ മത്സര രംഗത്തുണ്ടായിരുന്നത്. പക്ഷെ ആ പ്രതീക്ഷകളെ അപ്പാടെ തകിടം മറയ്ക്കുന്ന, അവരുടെ സ്വപ്നങ്ങളല്ല ഇന്ത്യയിലെ യാഥാർത്ഥ്യമെന്ന് തോന്നിപ്പിക്കും വിധമുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രവചനം, ഒരു എക്സിറ്റ് പോൾ പ്രവചനങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. അതിലെവിടെയും BJP താഴെ പോകുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ചും ഒരു സൂചനയുമില്ല. ഏറ്റവും കുറഞ്ഞത് 350 സീറ്റ് NDA-ക്ക്, ഏറ്റവും കൂടിയത് 415 സീറ്റുകൾ വരെ പ്രവചിക്കുന്നു. ഹിന്ദി ഹൃദയഭൂമിയിൽ മാത്രമല്ല, ദക്ഷിണേന്ത്യയിൽ, പ്രത്യേകിച്ച് തമിഴ്നാട്ടിലും വെസ്റ്റ് ബംഗാളിലും ആന്ധ്രയിലും തെലങ്കാനയിലും കേരളത്തിലടക്കം BJP-ക്ക് മുന്നേറ്റം ഉണ്ടാക്കാൻ, BJP-യുടെ നില മെച്ചപ്പെടുത്തുന്ന ഫലസൂചനകൾ പുറത്തു വരികയാണ്, പ്രവചനങ്ങൾ പുറത്തു വരികയാണ്. ഇതിന് എത്രത്തോളം യാഥാർത്ഥ്യ ബോധത്തോടു കൂടി ഉൾക്കൊള്ളാൻ താങ്കൾക്ക് കഴിയുന്നുണ്ട് കാരശ്ശേരി മാഷെ? ഗോപികൃഷ്ണൻ, ഇതിപ്പോ 4-ാം തീയതി തെരഞ്ഞെടുപ്പ് ഫലം വരും. അതിനു മുൻപേ മാധ്യമങ്ങളുടെയും നമ്മുടെയൊക്കെ രാഷ്ട്രീയ പ്രവർത്തകരുടെയൊക്കെ അക്ഷമ കാണിക്കുന്ന ഒന്നാണ് എക്സിറ്റ് പോളും എക്സിറ്റ് പോളിന്റെ ചർച്ചയൊക്കെ. ഇതിപ്പോ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ജോർജ് ഹൊറസ് ഗാലപ്പ് എന്ന് പറയുന്ന ഒരു അമേരിക്കക്കാരനാണ് ഈ ഏർപ്പാട് കണ്ടുപിടിച്ചത്. അദ്ദേഹം 1984 മരിച്ചുപോയി. അപ്പോൾ ഇത് നല്ലതായിരിക്കാം. ഇപ്പം നേരത്തെ അഡ്വക്കേറ്റ് ഹസ്കർ ചൂണ്ടിക്കാണിച്ച മാതിരി പലപ്പോഴും ഇത് തെറ്റിയിട്ടുണ്ട്. 2004 പഴിച്ചതാണ് ഇപ്പം എനിക്ക് ഏറ്റവും ഓർമ്മയുള്ളത്, വാജ്പേയി ഗവൺമെന്റിന്റെ തുടർച്ച പ്രവചിച്ചത്. അപ്പം അവരൊക്കെ നടത്തിയ പ്രവചനത്തെ പറ്റി ഞാനൊരു പുതിയ പ്രവചനം നടത്തണം എന്നാണ് ഇപ്പൊ ഗോപികൃഷ്ണൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ അങ്ങനെ ഒരു ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അതെ, അപ്പൊ ഇതിലുള്ള ഒരു കാര്യം എന്താന്ന് വിചാരിച്ചാല്,
ഇപ്പോൾ ഇത്തരം ഒരു സ്ഥിതിവിശേഷം ഇന്ത്യയിൽ മുമ്പ് എൻ്റെ ഓർമ്മയിലുള്ള ഒരു പ്രധാനപ്പെട്ട എല്ലാവരുടെയും ഓർമ്മയിലുള്ള സ്ഥിതിവിശേഷം 1977 തെരഞ്ഞെടുപ്പാണ്. അന്ന് പ്രതിപക്ഷ പാർട്ടികളെല്ലാം കൂടി ജയപ്രകാശ് നാരായണന്റെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക പാർട്ടിയായി ലയിച്ച് വേറെ പാർട്ടിയും ചിഹ്നവും കൊടിയായി. അങ്ങനെയാണ് ജനതാ പാർട്ടി എന്നൊരു പ്രസ്ഥാനം 1977 ഉണ്ടായത്. അന്ന് സിൻഡിക്കേറ്റ് കോൺഗ്രസ്, സോഷ്യലിസ്റ്റുകൾ, ഭാരതീയ ജനസംഘം, കോൺഗ്രസ് ഫോർ ഡെമോക്രസി എല്ലാവരും കൂടിയിട്ടാണ് അന്ന് ജനതാ പാർട്ടി ഉണ്ടായത്. അതിൻ്റെ ഒരു പ്രതീകം എന്ന് പറയുന്നത് ജയപ്രകാശ് നാരായണനായിരുന്നു. JP എന്ന് അദ്ദേഹത്തെ ചുരുക്കി പറയാം. അദ്ദേഹത്തിന്റെ പേരിന്റെ ചുരുക്കമുള്ള പേര് തന്നെ JP എന്നാണ് ഈ പാർട്ടിയുടെ ചുരുക്കം വന്നിരുന്നത്. തീർച്ചയായിട്ടും ഇത്തവണ ഉണ്ടായില്ല. അതിപ്പോൾ നല്ല ഉദാഹരണം വെളിപ്പെട്ടത് ഒറ്റ ഉദാഹരണം പറയാനാണെങ്കിൽ കേരളത്തിലാണ്. ഈ ഇന്ത്യ മുന്നണിയിൽ ഉള്ള CPIയുടെ സ്ഥാനാർത്ഥി ശ്രീമതി ആനി രാജയും അതിൻ്റെ പ്രധാനപ്പെട്ട നേതാവ് രാഹുൽ ഗാന്ധിയും വയനാട് മണ്ഡലത്തിൽ പരസ്പരം മത്സരിക്കുന്നു. അപ്പോൾ ഇത്തരം സ്ഥിതിവിശേഷങ്ങൾ ഒഴിവാക്കാനുള്ള പണി വളരെ ഉത്തരവാദിത്തോടു കൂടി, വിട്ടുവീഴ്ച മനോഭാവത്തോടു കൂടി ഇന്ത്യ മുന്നണി എടുത്തിട്ടില്ല. അപ്പോൾ ഇവിടുത്തെ ഇന്ത്യ മുന്നണിയിലുള്ള ഒരു പാർട്ടിയാണ് CPM എന്ന് പത്രം വായിക്കുകയോ TV കാണുകയോ ചെയ്യാത്ത ആളുകൾക്ക് സാമാന്യമായി കേരളത്തിൽ അനുഭവപ്പെടുകയില്ല. കാരണം ഇന്ത്യ മുന്നണിയിലുള്ള അതൊരു വേദിയാണ്. ആ വേദിയിലുള്ള രണ്ട് കക്ഷികളാണ് കോൺഗ്രസും CPM. പക്ഷേ അവർ തമ്മിലുള്ള തർക്കമോ പരസ്പരമുള്ള കുറ്റപ്പെടുത്തലോ പഴിചാരലോ ഒന്നും ഒരു സ്ഥലത്തും ഒന്നും ഇല്ലാതെയായിട്ടില്ല. അതൊന്നും തണുത്തിട്ടില്ല. അങ്ങനെ ഒരു മുന്നണി ഉണ്ട് എന്ന് ഇവിടെ കേരളീയർക്ക് അനുഭവപ്പെടുകയില്ല. അപ്പൊ ആ തരത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ, ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് ആയിട്ടുള്ള തർക്കം, അങ്ങനെ ഒരുപാട്, ഇപ്പോൾ ഓബിയസിന് എന്നെക്കാൾ ഓർമ്മയുണ്ടാവുമല്ലോ. അപ്പോൾ ആ തരത്തിൽ എന്ത് വില കൊടുത്തും മോദി ഗവൺമെന്റിന്റെ തുടർച്ച ഇല്ലാതെ ആക്കണം എന്ന തരത്തിലൊരു ജീവൻ മരണ സമരം തീർച്ചയായിട്ടും പ്രതിപക്ഷം നടത്തിയിട്ടില്ല എന്ന് അവർക്ക് തന്നെ അറിയാം. അപ്പോൾ എക്സിറ്റ് പോൾ ഫലം തീർച്ചയായിട്ടും നമ്മൾ മാധ്യമങ്ങളിൽ കണ്ടിരുന്ന വാർത്തകളും റിപ്പോർട്ടുകളും ഫീച്ചറുകളും അഭിപ്രായങ്ങളും വെച്ചിട്ട് ഇങ്ങനെ ഈ തരത്തിൽ ഇന്നിപ്പോൾ എക്സിറ്റ് പോളിന്റെ ഫലം വരുന്ന തരത്തിലുള്ള ഒരു ഫലമല്ല എന്നെപ്പോലെ അനേക ലക്ഷം ആളുകൾ പ്രതീക്ഷിച്ചത്. അതിലിപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ പ്രതീക്ഷ എന്ന് പറഞ്ഞപ്പോൾ NDAക്ക് ഭരണത്തുടർച്ച കിട്ടുന്നതിന് മാനസികമായി എതിരുള്ള ഒരാളാണ് ഞാൻ. കാരണം നമ്മുടെ ജനാധിപത്യം, നമ്മുടെ മതേതരത്വം, നമ്മുടെ ആ തരത്തിലുള്ള എല്ലാം പോയിട്ട് ഒരു സർവാധിപത്യം, ഏകാധിപത്യം, ഒരു ഹിന്ദുരാഷ്ട്രം വരാനുള്ള വഴിയൊരുക്കുന്ന ഒന്നായിരിക്കും വീണ്ടും മോദി ഗവൺമെന്റ് തിരിച്ചു വന്നാൽ ഉണ്ടാവുക എന്നൊരു ഭീതി എല്ലാവർക്കും ഉണ്ട്. അപ്പം അതിൻ്റെ ഒരു തെളിവാണ് പൗരത്വ ഭേദഗതി നിയമം എന്ന് പറയുന്നത്. അങ്ങനെ പലതും ഇവിടുത്തെ ജനകീയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാതെ, അതിനെപ്പറ്റി ഒന്നും സംസാരിക്കാതെയാണ് നിർഭാഗ്യവശാൽ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി സംസാരിക്കുന്നത്. അദ്ദേഹം എന്താ പറയുന്നത്? ഇന്ത്യ മുന്നണി വന്നാൽ ബുൾഡോസർ വെച്ച് രാമക്ഷേത്രം തകർക്കുന്ന. അപ്പൊ രാമക്ഷേത്രത്തിന് അദ്ദേഹം ഇനി മുന്നോട്ട് പോയിട്ടില്ല, വേറിട്ട് പോയിട്ടില്ല. അപ്പോൾ ബാബരി പള്ളി തകർക്കുക, രാമക്ഷേത്രം പുനർനിർമ്മിക്കുക, അതൊക്കെ കഴിഞ്ഞു. അതിപ്പോൾ 10-40 കൊല്ലമായുള്ള പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രമേയമായിരുന്നു. അപ്പൊ ഈ ഇലക്ഷനിൽ ഈ തരത്തിൽ ഒരു ഉത്തരവാദിത്വവും ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് കാണിച്ചില്ല. എന്താണ് ഇന്ത്യയിലെ പ്രശ്നം? 10 കൊല്ലം ഇന്ത്യ ഭരിച്ച പ്രധാനമന്ത്രി ഇവിടുത്തെ പ്രശ്നങ്ങൾ എന്താണ് എന്ന് പറയുന്നില്ല, പരിഹാരം എന്താണ് എന്ന് പറയുന്നില്ല. അദ്ദേഹത്തിന് പറയാനുള്ളത് എപ്പോഴും ഈ ജാതിയും മതവും മുസ്ലിം വിരുദ്ധതയൊക്കെയാണ്. അതുകൊണ്ട് വളരെ കഷ്ടമായിരുന്നു. കാരണം ഇവിടുത്തെ ഒരു പ്രശ്നവും സാമാന്യമായി ചർച്ച ചെയ്തിട്ടില്ല എന്ന് പരാതിയുള്ള ഒരാളാണ് ഞാൻ. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ ആ കർഷകരുടെ പ്രശ്നം എന്താണ്? പഞ്ചാബിലെയും ഹരിയാനയും സിഖുകാരില്ലെങ്കിൽ ആ സമരം വിജയിക്കുമായിരുന്നില്ല. അത്രയധികം കർഷക വിരുദ്ധമായൊരു നിയമം കൊണ്ടുവന്ന് 2 കൊല്ലത്തോളം ആളുകൾ ജീവൻ നഷ്ടപ്പെടുത്തിയും അംഗഭംഗം വരുത്തിയും പണം നഷ്ടപ്പെടുത്തിയും കഷ്ടപ്പെട്ട് സമരം ചെയ്ത് പിൻവലിപ്പിച്ചു. ആ പിൻവലിപ്പിക്കും വേറെ ഏത് നാട്ടിലാണെങ്കിലും പ്രധാനമന്ത്രി രാജിവെച്ച് വീട്ടിൽ പോകും. കാരണം ആ തരത്തിലാണ് ആ നിയമം വന്നത്. എന്നിട്ട് ഇപ്പോൾ അതിലെ എന്തൊക്കെയാണ് നിബന്ധനകൾ വെച്ചത്, ഒത്തുതീർപ്പ് വ്യവസ്ഥ എന്തായിരുന്നു, അത് പാലിച്ചില്ല എന്ന് പറഞ്ഞാൽ ആ കർഷകർ വീണ്ടും സമരത്തിലാണ്. അത്തരം പ്രശ്നങ്ങളൊന്നും പ്രതിപക്ഷമോ ഭരണപക്ഷമോ ചർച്ച ചെയ്യുന്നില്ല. ഇപ്പൊ കേരളത്തിൽ ആ കർഷക സമരത്തിന്റെ പ്രധാനപ്പെട്ട അലയൊലികളൊന്നും ഉണ്ടായതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ വളരെ പ്രധാനപ്പെട്ട കാര്യമല്ലേ, ഇന്ത്യ ഒരു കാർഷിക രാജ്യമാണ്. നമ്മുടെ ഗ്രാമങ്ങൾക്ക് ഒരു ശ്രദ്ധയും കിട്ടുന്നില്ല. ഗാന്ധി പറഞ്ഞിരുന്നു,
യഥാർത്ഥ ഭാരതം ഗ്രാമീണ ഭാരതമാണ്. റിയൽ ഇന്ത്യ ഈസ് റൂറൽ ഇന്ത്യ. ഇപ്പൊ നഗരങ്ങൾ, വ്യവസായങ്ങൾ, ആ തരത്തിലുള്ള വികസനങ്ങൾ, എയർപോർട്ട്, ഇതൊക്കെ ശ്രദ്ധിക്കുന്ന കൂട്ടത്തിൽ കർഷകരുടെ എല്ലാ തരത്തിലുമുള്ള അവഗണന, പിന്നെ അവരെ വ്യവസായികൾക്ക് ഒറ്റുകൊടുക്കുന്ന ഒരു നിയമമാണ് മോദി ഗവൺമെന്റ് നിർഭാഗ്യവശാൽ കൊണ്ടുവന്ന്. അതിനെതിരായിട്ടാണ് കർഷകർ സംഘടിച്ചത്. അപ്പൊ അങ്ങനെ ഞാൻ പറഞ്ഞ ജനകീയ പ്രശ്നങ്ങളൊന്നും ചർച്ച ചെയ്യാതെ പോയ ഒരു ഇലക്ഷനാണ് കഴിഞ്ഞു പോയത്. എല്ലായിടത്തും ഈ തരത്തിലുള്ള തർക്കങ്ങൾ, വെറുപ്പിന്റെ കാര്യങ്ങൾ, അതിനുള്ള മറുപടികൾ, പറഞ്ഞ പോലെ ഈ ജനകീയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെടാതെ പോയ ഈ തെരഞ്ഞെടുപ്പിലെ എക്സിറ്റ് പോൾ ഫലങ്ങൾ ഈ വലിയ മുന്നേറ്റം, അതായത് മൂന്നാം തവണയും മോദിക്ക് അധികാരം നൽകുന്ന, അവരുടെ തന്നെ പ്രതീക്ഷകൾക്കൊത്ത് അവരുടെ പ്രകടനം ഉയരുന്ന ഒരു പ്രവചനം നടത്തുമ്പോൾ ഇന്ത്യ മുന്നണിയുടെ അല്ലെങ്കിൽ ഇന്ത്യ കൂട്ടായ്മയുടെ ഒരു മോശം ഇടപെടലുണ്ട്, അല്ലെങ്കിൽ അവർ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാത്തതിൻ്റെ ഫലമായിട്ടാണോ ഇതിനെ കാണേണ്ടത്? അതെല്ലാം BJP ലക്ഷ്യം വെക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ, അതായത് ഈ സോഷ്യൽ എഞ്ചിനീയറിംഗിലൂടെ പരുവപ്പെട്ട് എടുക്കുന്നു ഈ രാജ്യത്തെ വിവിധ സമൂഹങ്ങളെ എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഗോപികൃഷ്ണൻ, ഇതിലിപ്പോ നേരത്തെ തന്നെ 10 കൊല്ലം മുമ്പ് മോദി അധികാരത്തിൽ വരുമ്പോൾ അതിൽ വലിയൊരു പങ്ക് വഹിച്ചത് നവമാധ്യമങ്ങളാണെന്നാണ് എൻ്റെ വിചാരം. അത് ഇവിടുത്തെ ദിനപത്രങ്ങളോ റേഡിയോ ടെലിവിഷൻ അവർക്കൊക്കെ പങ്കുണ്ട്. അതിനേക്കാളൊക്കെ വലിയ പങ്കുള്ളത് യൂട്യൂബ്, വാട്സാപ്പ്, ഫേസ്ബുക്ക് തുടങ്ങിയുള്ള നവമാധ്യമങ്ങൾക്കാണ്. അവിടെ എന്താണ് രാഷ്ട്രീയം എന്ന് പറയുന്നത്? ഒരു വിവേകത്തിന്റെ മേഖലയാണ്, അല്ലെങ്കിൽ വിചാരത്തിന്റെ. അത് രണ്ടും മാറ്റിവെച്ചിട്ട് വെറും വികാരത്തിന്റെ മേഖലയാണ്. ഇപ്പൊ എന്താ ചെയ്യുക? ഇപ്പൊ മോദിയെ വിമർശിക്കുമ്പോൾ വ്യക്തിപരമായി വിമർശിക്കുക, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയെ വിമർശിക്കുമ്പോൾ വ്യക്തിപരമായി അദ്ദേഹത്തിന്റെ പേരെന്താണ്? ഇപ്പൊ കേരളത്തിലൊരു ഉത്തരവാദിത്തപ്പെട്ട MLA പറഞ്ഞത് അദ്ദേഹത്തിന് DNA ടെസ്റ്റ് നടത്തണമെന്നാ. ആലോചിച്ചു, എന്തൊരു നിലവാരമില്ലാത്ത രാഷ്ട്രീയമാണെന്ന്, എന്തൊരു നിലവാരമില്ലാത്ത രാഷ്ട്രീയം. അപ്പൊ ഇത് ഒരു പാർട്ടിക്ക് മാത്രമല്ല, ഞാനൊരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. അപ്പോ ഇവിടുത്തെ നമ്മുടെ കർഷകരുടെ, തൊഴിലാളികളുടെ, സ്ത്രീകളുടെ, ദളിതരുടെ, ആദിവാസികളുടെ, പിന്നോക്ക വിഭാഗങ്ങളുടെ, മതന്യൂനപക്ഷങ്ങളുടെ ഒക്കെ നീതി, അവരുടെ പുരോഗതി തുടങ്ങിയുള്ള കാര്യങ്ങൾ ഉറപ്പാക്കുന്ന ഒരു പണിയാണ് രാഷ്ട്രീയം എന്നുള്ളത് മറന്നിട്ട് അധികാര മത്സരമാണ്. അധികാരം കിട്ടാൻ എന്ത് വികാരമാണ് കത്തിക്കേണ്ടത്? അത് ജാതിയാണെങ്കിൽ അങ്ങനെ, മതമാണെങ്കിൽ അങ്ങനെ, പ്രാദേശികതയാണെങ്കിൽ അങ്ങനെ, ഭാഷയാണെങ്കിൽ അങ്ങനെ. ആലോചിച്ച് നോക്കൂ. ഇപ്പൊ ശരി മാഷെ, നമുക്ക് ഞാനിനി മാഷിലേക്ക് ഞാൻ തിരിച്ചു വരാം. മാഷെ, ഞാൻ ശ്രീ KVS ഹരിദാസിലേക്ക് ഒന്ന് പോയ ശേഷം ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ഒരു വികാരം കൊണ്ടുവരികയാണ് ശ്രീ KVS ഹരിദാസ്. ഇപ്പോൾ BJP ആഗ്രഹിക്കുന്നതും അല്ലെങ്കിൽ BJP അവകാശവാദം ഉന്നയിച്ചതും 400 സീറ്റിൽ NDA അധികാരത്തിൽ വരുമെന്നാണ്. 400-ഉം 400-ന് ഒക്കെ സീറ്റ് കിട്ടാൻ സാധ്യതയുണ്ടെന്നുള്ള എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ നടത്തിയിട്ടുള്ള ഏജൻസികൾ നമ്മുടെ നാട്ടിലുണ്ട്. ഇന്നലെ വന്ന കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഇവിടെ ഈ ചർച്ചയിൽ പങ്കെടുത്ത 2 പേർ, അതായത് ശ്രീ ഹസ്കറും ശ്രീ MN കാരശ്ശേരിയും ഒക്കെ ഈ എക്സിറ്റ് പോൾ ഫലപ്രവചനങ്ങളെ വിശ്വാസത്തിലെടുക്കത്തില്ല. അതിൻ്റെ ശാസ്ത്രീയ യുക്തിയെ അവർ ചോദ്യം ചെയ്യുന്നുണ്ട്. അതിനൊരു കാരണം, പ്രധാനമായ കാരണം, ഇപ്പോൾ ഉദാഹരണത്തിന് കേരളത്തിൽ 27% വോട്ട് ഷെയർ, LDFുമായി വോട്ട് ഷെയറിൻ്റെ കാര്യത്തിൽ 2% വ്യത്യാസം എന്നതും, തമിഴ്നാട്ടിൽ BJP ഉണ്ടാക്കുമെന്ന് പറയുന്ന മുന്നേറ്റവും, കർണാടകത്തിലെ BJPയുടെ നിലയും, അതോടൊപ്പം തന്നെ ബംഗാളിൽ പറഞ്ഞിട്ടുള്ള കണക്കുകളുമൊക്കെ അവിടുത്തെ അടിസ്ഥാന യാഥാർത്ഥ്യങ്ങളുമായി ഒത്തുചേരുന്നതല്ല എന്ന വിലയിരുത്തലിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് എക്സിറ്റ് പോൾ ഫലപ്രവചനങ്ങളെ ശാസ്ത്രീയമായി അതിനെ കണക്കാക്കാൻ കഴിയില്ല, അതിനെ വിശ്വാസത്തിലെടുക്കാൻ കഴിയില്ല എന്നാണ്. അങ്ങനെ ഒരു വാദം ഒരു ഭാഗത്ത് നിലനിൽക്കുമ്പോൾ 415 സീറ്റുകൾ വരെ പ്രവചിച്ചിരിക്കുന്ന ഈ ഏജൻസികളുടെ കണക്കുകളെയും കണക്കുകൂട്ടലുകളെയും BJP എത്രത്തോളം ഉൾക്കൊള്ളുന്നുണ്ട്? അല്ല ഗോപി, ഇപ്പോൾ ഭാസ്കറും കാരശ്ശേരി മാഷും ഒക്കെ പറഞ്ഞ, അല്ലെങ്കിൽ അവർ ഉന്നയിച്ച ചില ആശങ്കകളുണ്ടല്ലോ. ഒന്ന് എക്സിറ്റ് പോളിന്റെ സുതാര്യതയെക്കുറിച്ചും അതിന്റെ കൃത്യതയെക്കുറിച്ചുമൊക്കെയാണ്. സ്വാഭാവികമാണ്, ഇത് സെഫോളജിസ്റ്റുകൾ നടത്തുന്ന ഒരു പഠനമാണ്. അതിൽ ചില സമയത്ത് കൃത്യതയില്ലായ്മ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ വിശ്വസിക്കാനുള്ള അവകാശം ഇവർക്കെല്ലാവർക്കും ഉണ്ട് താനും. പക്ഷെ ഞങ്ങൾക്കൊരു ധാരണയുണ്ടായിരുന്നു ഗോപി. നരേന്ദ്രമോദി തുടക്കത്തിൽ പറഞ്ഞില്ലേ, ഞങ്ങളുടെ ടാർഗറ്റ് 400 ആണ്.
അമിത്ഷായും ഞങ്ങളുടെ നേതാക്കന്മാരും അത് ആവർത്തിച്ച് പറഞ്ഞു. കാരണം അങ്ങനെ ഒരു ആത്മവിശ്വാസം BJPക്ക് ഉണ്ടായിരുന്നു. അതിനുള്ള കാരണങ്ങളുമുണ്ട്. ഞാൻ മുമ്പ് പല ചർച്ചകളിലും അത് സൂചിപ്പിച്ചിട്ടുള്ളതാണ്. അതിലേക്ക് ഞാൻ വരാം. അതിനു മുമ്പ് ബോബി ഒരു കാര്യം കൂടി ഇന്ന് കണക്കിലെടുക്കണം. ഇവരുടെ അവിശ്വാസം, എന്താ പറയുക, വിശ്വാസമില്ലായ്മയും ഒക്കെ നമ്മൾ ചർച്ച ചെയ്യുന്ന സമയത്ത് തന്നെ ഇന്നലെയാണ് അരുണാചലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചുള്ള ഇതുപോലുള്ള എക്സിറ്റ് പോളും നമ്മൾ കണ്ടത്. ഇന്ന് അരുണാചൽ നിയമസഭയിലേക്കുള്ള വോട്ടെണ്ണൽ തുടങ്ങി തീരാറായിട്ടുണ്ടാവും. ഇപ്പോൾ ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ എക്സിറ്റ് പോളിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസം താങ്കൾക്ക് കാണാൻ കഴിഞ്ഞോ? നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ എക്സിറ്റ് പോൾ വന്നിട്ട് 24 മണിക്കൂർ പൂർത്തിയാകുന്നതിന് മുമ്പ് അതിന്റെ വസ്തുത ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഈ ഏജൻസികൾക്ക് കഴിഞ്ഞു എന്നല്ലേ നമ്മൾ അതിൽ നിന്ന് വിലയിരുത്തേണ്ടത്? കോൺഗ്രസ് നാമാവശേഷമായി അരുണാചലിൽ ഇല്ല. അവിടെ ഒരു സീറ്റിലോ മറ്റോ ലീഡ് ഉണ്ടായിരുന്നു. ഇപ്പൊ എന്താ സ്ഥിതി എന്നറിയില്ല. ബാക്കി NDA സ്വീപ്പ് ചെയ്ത അരുണാചൽ പ്രദേശ്. അതെന്തിന്റെ സൂചനയാ? അല്ല ശ്രീ KVS, അപ്പോൾ ഞാൻ ചോദിച്ചത് കേരളത്തിലെ സാഹചര്യമോ 2% വോട്ട് വിഹിതത്തിലെ വ്യത്യാസം LDFുമായി അത് താങ്കൾ ശരി അല്ല ഗോപി, ഞാൻ അതിലേക്ക് വരാം. ഞാൻ കേരളം വിട്ടുപോയിട്ടല്ല. ഞാൻ ഇതിന്റെ ഒരു ട്രാൻസ്പെറൻസി കുറിച്ചുള്ള ചർച്ചയ്ക്ക് ആദ്യം മറുപടി പറയേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ അരുണാചൽ പ്രദേശ് നമ്മൾ അതിന്റെ സാക്ഷ്യപത്രമായിട്ട് എടുക്കണം. അല്ല ഒരു ശരി KVS, ട്രാൻസ്പെറൻസിയെ സംബന്ധിച്ചല്ല കേട്ടോ തർക്കം. അതിന്റെ ശാസ്ത്രീയതയെ കുറിച്ചാണ് തർക്കം. അതിന്റെ ആക്യുറസിയെ കുറിച്ചാണ്, നോട്ട് അബൌട്ട് ട്രാൻസ്പെറൻസി. ഈ ട്രാൻസ്പെറൻസിയും അല്ലല്ല ഗോപി അല്ല ഗോപി, ഇവർക്ക് വിശ്വാസമില്ലായ്മ തന്നെയാണ്. നാളെ ഇവര്, ഞാൻ നോക്കിക്കോളൂ ഗോപി, ഓർത്തോളൂ, നാളെ ഇവര് EVM-നെതിരായിട്ട് തെരുവിലിറങ്ങും. ഇതിനു മുമ്പത്തെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പല്ല, മധ്യപ്രദേശിൽ അതിനു മുമ്പ് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പില് കമൽനാഥ് മുഖ്യമന്ത്രിയായത് ഓർമ്മയുണ്ടല്ലോ. ഛത്തീസ്ഗഡില് കോൺഗ്രസിന്റെ ഗവൺമെന്റ് വന്നു. അന്ന് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 24 മണിക്കൂർ പൂർത്തിയാകുമ്പോൾ കപിൽ സിബലും കൂട്ടരും കൂടി വന്ന് പത്രമേളം നടത്തി ഡൽഹിയിൽ EVM ശരിയല്ല എന്ന്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കോൺഗ്രസ് അധികാരത്തിൽ വന്നപ്പോ ഇവർ പാട്ടും പാടി മുങ്ങിപ്പോയി. അപ്പോ തെരഞ്ഞെടുപ്പ് ജയിച്ചു കഴിയുമ്പോൾ ഇവർക്കൊക്കെ EVM പ്രശ്നമല്ല. തോറ്റു കഴിയുമ്പോൾ EVM-നെതിരായിട്ട് യുദ്ധം ചെയ്യുന്ന ഒരു നാണം കെട്ട രാഷ്ട്രീയമുണ്ടല്ലോ പ്രതിപക്ഷത്തിന്റെ. അതിത്തോടെ ആവർത്തിക്കാൻ പോവുക. അതിന്റെ ചില സൂചനകൾ നമ്മൾ ഡൽഹിയിൽ നിന്ന് കാണുന്നുണ്ട്. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു എന്ന് മാത്രം, അത് പറയാതെ പോകാൻ പറ്റില്ല. കാരണം ഇവരുടെ തോൽവി നേടുമ്പോൾ ജനങ്ങൾ നിരാകരിക്കുമ്പോൾ സിസ്റ്റത്തെ കുറ്റം പറയുന്ന ഒരു തേർഡ് റേറ്റ് രാഷ്ട്രീയമുണ്ടല്ലോ, അത് ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ പറ്റില്ല. അതിന്റെ ഒരു മറ്റൊരു ഭാഗം കൂടിയാണ് അരുണാചലിലെ റിസൾട്ടും. രണ്ടും കൂട്ടി വായിക്കേണ്ടതുണ്ട്. മൂന്ന് നമ്മൾ ഇതിന്റെ മുഴുവൻ റിസൾട്ടിലേക്ക് പോകണം. അത് ഞാൻ അതിലേക്ക് വരാം. കേരളത്തെ കുറിച്ച് പറഞ്ഞു നിങ്ങൾ. കേരളത്തിലേക്ക് പോകും മുമ്പ് നാഷണലിൽ എന്തുകൊണ്ടാണ് BJP അങ്ങനെ ഒരു നിലപാടെടുത്തതെന്നും കൂടി ഞാൻ പറഞ്ഞിട്ട് കേരളത്തിലേക്ക് വരാം. 2019 തെരഞ്ഞെടുപ്പില് ഏതാണ്ട് 224 മണ്ഡലങ്ങളിൽ BJP ജയിച്ചത് മോർ ദാൻ 50% വോട്ട്സോട് കൂടിയിട്ടാണ്. ഇന്ത്യയിലെ 224 ലോക്സഭാ മണ്ഡലങ്ങൾ BJP ജയിച്ചത് 50%-ലധികം വോട്ടോട് കൂടിയിട്ടാണ്. അതിൽ 5 ലക്ഷത്തിന്റെയും 4 ലക്ഷത്തിന്റെയും 3 ലക്ഷത്തിന്റെയും 2 ലക്ഷത്തിന്റെയും ഒക്കെ ഭൂരിപക്ഷമുള്ള മണ്ഡലങ്ങളുമുണ്ട്. ആ മണ്ഡലങ്ങൾ ഉൾപ്പെടെ ഞങ്ങൾ കഴിഞ്ഞ 2 വർഷമായിട്ട് സംഘടനാ പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. ഞാനിത് മുമ്പ് ചർച്ചകളിൽ സൂചിപ്പിച്ചിരുന്നു. കോൺഗ്രസുകാരും കമ്മ്യൂണിസ്റ്റുകാരും ചെയ്യുന്നത് പോലെയല്ല. ഞങ്ങൾ ഈ മോഡി ഗവൺമെന്റിന്റെ ആനുകൂല്യങ്ങൾ നേടിയിട്ടുള്ള, അവിടെ കക്കൂസ് നിർമ്മിച്ചു കൊടുത്തിട്ടുള്ള, കുടിവെള്ളം കിട്ടിയിട്ടുള്ള, റോഡുകൾ നിർമ്മിച്ചിട്ടുള്ള, അതുപോലെ ധനസഹായം, വ്യവസായം തുടങ്ങാൻ ധനസഹായം കിട്ടിയിട്ടുള്ള ആളുകളെ നേരിൽ കണ്ട് അവരെ അഭിസംബോധന ചെയ്ത് അവരെ BJPക്കൊപ്പം, നരേന്ദ്രമോദിക്കൊപ്പം നിർത്താനുള്ള ഒരു സംഘടനാ സംവിധാനം ഞങ്ങൾക്കുണ്ടായിരുന്നു. വോട്ടർ പട്ടികയിലെ ഓരോ പേജിനും ആളുകളെ നിശ്ചയിച്ചിട്ട് അവരെ കൊണ്ട് നമ്മുടെ സമ്മതിദായകരെ പോളിംഗ് ബൂത്തിൽ എത്തിക്കുന്നത് വരെയുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ ചെയ്യിച്ചു.
അതൊന്നും ചെയ്യാതെ പ്രതിപക്ഷത്തിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ ഉത്തർപ്രദേശിൽ മുൻപ് തെരഞ്ഞെടുപ്പിൽ അഖിലേഷ് യാദവും കോൺഗ്രസും തമ്മിൽ സഖ്യമായിരുന്നു, ഓർമ്മയുണ്ടാവുമല്ലോ. BSP തോറ്റു തുന്നം പാടി. അന്ന് അഖിലേഷ് യാദവ് പറഞ്ഞത് എന്താ? അഖിലേഷ് യാദവ് പറഞ്ഞെന്താ? കോൺഗ്രസിനെ കൂട്ടിയത് കൊണ്ടാണ് ഞങ്ങൾ തോറ്റു തുന്നം പാടിയത്, ഇല്ലെങ്കിൽ ഞങ്ങളുടെ പെർഫോമൻസ് വുഡ് ഹാവ് ബീൻ ബെറ്റർ എന്നാണ്. കഴിഞ്ഞ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ മറ്റേ തേജസ്വി യാദവ് പറഞ്ഞതും ലാലു പറഞ്ഞതും സെയിം കാര്യമല്ലേ? കോൺഗ്രസിനെ കൂട്ടി ഞങ്ങൾ തെറിച്ചുപോയി, ഞങ്ങൾ നശിച്ചു പോയി. കോൺഗ്രസ് ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇതിനേക്കാൾ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റുമായിരുന്നു. ഗോപി ഓർത്തോളൂ, ഇന്നലെ എക്സിറ്റ് പോൾ വരുന്നതിന് ഏതാനും മണിക്കൂർ മുമ്പ് കേരളത്തിലെ ഒരു ലോക്സഭാ മണ്ഡലത്തിൽ UDFന്റെ നേതൃയോഗം നടത്തിയിരുന്നു. കോൺഗ്രസിന്റെ നേതാവുണ്ടല്ലോ, അവരോട് ചോദിക്കൂ. ആ നേതൃയോഗത്തിൽ മുസ്ലിം ലീഗിന്റെ നേതാവ് ഒരു MLA ആഞ്ഞടിച്ചു കോൺഗ്രസ് നേതൃത്വത്തിനെതിരായിട്ട്. ഇവിടെ കോൺഗ്രസ്സുകാരും ബൂത്തിലുണ്ടായിരുന്നില്ല, പ്രവർത്തനത്തിലുണ്ടായിരുന്നില്ല. KVS തുടരാം. ഗോപി, ഞാൻ കേരളത്തിലേക്ക് വരാനി. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു വിലയിരുത്തൽ നടത്തിയിരുന്നു. ഏതാണ്ട് 22% വോട്ട്, ഏതാണ്ട് 45 ലക്ഷം വോട്ട് കിട്ടും എന്നതായിരുന്നു ഞങ്ങളുടെ വിലയിരുത്തൽ. പക്ഷെ അപ്പോഴും വേറൊരു പഠനം കേരളത്തിൽ ഞങ്ങൾ അതിനു മുമ്പ് നടത്തിയിരുന്നു. ഞങ്ങളുടെ പാർട്ടി നേതൃത്വം ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് ഒരു പ്രൊഫഷണൽ ഏജൻസി നടത്തിയ പഠനമാണ്. അതിൽ കണ്ടത് കേരളത്തിലെ മോഡിയുടെ റേറ്റിംഗ് അത് 30% മുകളിലാണ് എന്നാണ്. നരേന്ദ്രമോദിക്ക് വോട്ട് ചെയ്യാൻ നരേന്ദ്രമോദി നല്ലതാണ് എന്ന് പറയുന്നവരുടെ എണ്ണം കേരളത്തിൽ പോലും എബോവ് 30% ആണ് എന്നാണ്. അതായത് റോഡിലിറങ്ങി നിങ്ങൾ 3 പേരെ കാണുമ്പോൾ അതിൽ ഒരാള് മോഡിക്ക് വോട്ട് ചെയ്യാൻ തയ്യാറാണ് എന്ന് പറയുന്നവരായിരുന്നു കേരളത്തിൽ. ആ സർവേയുടെ പഠനത്തെയും ഒക്കെ വിമർശിക്കാം നിങ്ങൾക്ക്. കേരളത്തിൽ അതിൽ ഏറ്റവും അധികം ഉണ്ടായിരുന്നത് കൊച്ചിയിലാണ്, അറൌണ്ട് 35%. പിന്നെ തിരുവനന്തപുരമാണ്. അപ്പൊ ഞങ്ങളുടെ മനസ്സിൽ ആ ഒരു ആസ്പെക്ട് ഉണ്ട്. കേരളവും മാറി ചിന്തിക്കാൻ തയ്യാറാണ്. അതിന് കാരണങ്ങൾ പലതുണ്ട്. കഴിഞ്ഞ 5-6 വർഷമായിട്ട് കേരളത്തിൽ നമ്മൾ കാണുന്ന വികൃതികളില്ലേ, ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല, രാഷ്ട്രീയ ബോധമുള്ള പ്രേക്ഷകർക്കറിയാം. കേരളത്തെ ഏത് നിലയിൽ കൊണ്ട് എത്തിച്ചു എന്നത് നമുക്കറിയാം. അപ്പൊ ജനങ്ങൾ സഖ്യകെട്ടിരിക്കുന്ന ഒരു സാഹചര്യമില്ലേ? അതിന്റെ ബെനിഫിഷ്യറി ആവേണ്ടത് ആരാ? അതിന്റെ കുറെ ബെനിഫിഷ്യറി ആവാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് എന്നതാണ് എക്സിറ്റ് പോൾ ഫലം നൽകുന്നത്. ശരി, നമുക്ക് അതിലേക്ക് വരാം. ശ്രീ നിജേഷിലേക്ക് ഞാൻ ശ്രീ നിജേഷ് ഒരു കാര്യം അല്ല ഗോപി, ഒരു മിനിറ്റ് കൂടി, ഒരു മിനിറ്റ് കൂടി ഗോപി, ഒരു സെക്കൻഡ് കൂടി. ഇത് ഇന്ത്യയിൽ ആദ്യമായിട്ടല്ല. ത്രിപുരയിൽ എന്താ സംഭവിച്ചേ? മാർക്സിസ്റ്റ് പാർട്ടി അടക്കി വാണിരുന്നതല്ലേ? ഞങ്ങൾക്ക് ഏറെ പ്രസൻസ് ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ അവിടെ രാഷ്ട്രീയമായിട്ട്. പക്ഷെ ഞങ്ങൾക്ക് അധികാരത്തിൽ വരാൻ സാധിച്ചില്ലേ ത്രിപുരയിൽ? അവിടെ കോൺഗ്രസും തകർന്നു എന്ന് മാത്രമല്ല, CPM തകർന്നു തരിപ്പണമായി. CPM തകർന്നെടുത്ത് ഞങ്ങൾക്ക് വളർന്നു വരാൻ കഴിഞ്ഞു ത്രിപുരയിലൂടെ. ബംഗാളിൽ കാണുന്നതും അതേ ചിത്രമാണ്. ബംഗാളില് മമതാ ബാനർജി തൃണമൂൽ കോൺഗ്രസ് ഇന്ന് അതൊക്കെ ശ്രീ KVS ഹരിദാസ് അതാത് രാഷ്ട്രീയ സാഹചര്യങ്ങൾ അനുസരിച്ച് മാറും. ഇപ്പൊ കർണാടകത്തിൽ എന്ത് സംഭവിച്ചു? കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്ത് സംഭവിച്ചു? അപ്പോൾ അത് ആ രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ മാറും. ഇപ്പൊ ത്രിപുരയിലായാലും പശ്ചിമ ബംഗാളിലായാലും കാലാകാലങ്ങളായി ഒരു പാർട്ടി നിരന്തരം അധികാരത്തിലിരിക്കുമ്പോൾ ആന്റി ഇൻകംബൻസി ഉണ്ടാകും, ജനങ്ങൾക്ക് അതിനോടുള്ള എതിർപ്പുകൾ ഉണ്ടാകും, എതിർവികാരം ഉണ്ടാകും. ജനാധിപത്യത്തിൽ അതൊക്കെ സ്വാഭാവികമാണ്. പക്ഷെ ഇവിടെ നമ്മൾ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ എക്സിറ്റ് പോൾ ഫലങ്ങളെ നമ്മൾ വിലയിരുത്തുമ്പോൾ
അത് നമ്മുടെ ചില അടിസ്ഥാന യുക്തികളെ ചോദ്യം ചെയ്യുന്നുണ്ടെന്നുള്ള ഒരു പ്രശ്നമാണ് ഇവിടെ ഉന്നയിക്കപ്പെട്ടത്. അതിലാണ് ഒന്ന് കേരളത്തിൽ NDAക്ക് കിട്ടുന്ന അല്ലെങ്കിൽ BJPയുടെ വോട്ട് ബേസും LDFന്റെ വോട്ട് ബേസും തമ്മിലുള്ള അകലം എന്നത് 2% എന്നത് നമ്മുടെ സാമാന്യ യുക്തിക്ക് ചേരുന്നതല്ല കേരളത്തിന്റെ പൊതു രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ എന്നത് വെച്ചുകൊണ്ടാണ് ആ യുക്തിയെ അപ്ലൈ ചെയ്തുകൊണ്ടാണ് ഇതിന്റെ യോഗ്യമാണോ ഈ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ എന്ന ചോദ്യം ഇവിടെ ഉന്നയിക്കപ്പെട്ടത്. ഞാൻ ഒരൊറ്റ നിമിഷം താങ്കളിലേക്ക് വരാം. ശ്രീ നിജേഷ് അരവിന്ദ്, കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിന് ഒരു കണക്ക് കൂട്ടലുണ്ടായിരുന്നു. ഇന്ത്യ കൂട്ടായ്മയ്ക്ക് ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. ആ പ്രതീക്ഷകളെയും കോൺഗ്രസിന്റെ തിരിച്ചുവരവിനുള്ള കൂട്ടലുകളെയും നിരാശപ്പെടുത്തുന്നതും ഇല്ലാതാക്കുന്നതുമല്ലേ എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ? എങ്ങനെയാണ് അതിനെ കാണുന്നത്? അതിന്റെ കാര്യകാരണങ്ങൾ വിലയിരുത്തിയോ? ഒന്ന്, ഞങ്ങൾ എക്സിറ്റ് പോൾ വരുമെന്ന് വിചാരിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിട്ടവരല്ല. തെരഞ്ഞെടുപ്പ് വരുമെന്ന് വിചാരിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിട്ടവരാണ്. ആ തെരഞ്ഞെടുപ്പിനെ എങ്ങനെ നേരിട്ടു എന്ന വളരെ വ്യക്തമായ കാഴ്ചപ്പാട് കോൺഗ്രസിനും കോൺഗ്രസ് നേതൃത്വം കൊടുത്ത ഇന്ത്യ മുന്നണിക്കും ഉണ്ടായിരുന്നു. ആ കാഴ്ചപ്പാടിൽ ഞങ്ങൾ ഇന്ന് ഉറച്ച് വിശ്വസിക്കുകയാണ്. നേരത്തെ എക്സിറ്റ് പോളുകളുടെ ഫലം വന്നു. ഞങ്ങൾ നേരത്തെ തന്നെ തീരുമാനിച്ചു എക്സിറ്റ് പോൾ വരാൻ പോകുന്നത് ഇതൊക്കെയാണ്. കാരണം ഒരു നല്ല ചെരുപ്പ് റെഡിയാക്കി വെക്കും, പിന്നെ കാലെടുക്കും, കാലിനെ ഷേപ്പ് ചെയ്യും. അതിനപ്പുറത്തേക്ക് എന്താ എക്സിറ്റ് പോളിനകത്ത് വന്നത്? ഉത്തരേന്ത്യയിൽ കുറെ സീറ്റുകൾ BJPക്ക് നഷ്ടപ്പെടും. നമ്മൾക്കൊക്കെ അറിയാം ഈ തെരഞ്ഞെടുപ്പ് സ്റ്റേറ്റ് ആയിരുന്നു അജണ്ട. മഹാരാഷ്ട്രയിൽ സ്റ്റേറ്റ് ആയിരുന്നു അജണ്ട, സ്റ്റേറ്റിലെ വിഷയങ്ങളായിരുന്നു. ബീഹാറിൽ, UP യിൽ, പഞ്ചാബിൽ, ഹരിയാനയിൽ, കർണാടകയിൽ ഉൾപ്പെടെ മിക്ക സ്ഥലങ്ങളിലും, ഈവൻ രാജസ്ഥാൻ വരെ, അവിടെയൊക്കെ നിങ്ങളടക്കമുള്ള മാധ്യമ പ്രവർത്തകർ വളരെ കൃത്യമായി അവിടെ ഒരു വേവ് ഇല്ല എന്നും ആന്റി ഇൻകുംബൻസി ഭരിക്കുന്ന സർക്കാരുകൾക്കെതിരെ ഉണ്ട് എന്നും വിലയിരുത്തി. അതിന്റെ അടിസ്ഥാനത്തിൽ ചില മാറ്റങ്ങൾ വരുമെന്ന് പറഞ്ഞു. അതെല്ലാം ഈ സർവേ നടത്തിയ ആളുകളും സ്വീകരിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? BJPക്ക് നഷ്ടപ്പെടുന്ന സീറ്റ്, കാരണം 351 എന്ന സംഖ്യ അവിടെയുണ്ട്, നഷ്ടപ്പെടുന്ന സീറ്റുകൾ കിടക്കട്ടെ ബംഗാളിൽ ഒരു 10 കൂടി, കിടക്കട്ടെ ഒറീസയിൽ കുറച്ച്, കിടക്കട്ടെ ആന്ധ്രയിൽ കുറച്ച്, കിടക്കട്ടെ തെലുങ്കാനയിൽ കുറച്ച്, പിന്നെ തേരാത്തതിന് ബാക്കി കേരളത്തിൽ 3 സീറ്റ്, തമിഴ്നാട്ടിൽ 4 സീറ്റ് എന്ന രീതിയിലാണ് എക്സിറ്റ് പോൾ. നമ്മൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് 2019 2019 ഇന്ത്യ ടുഡേ മൈ ആക്സിസ് സർവേ യഥാർത്ഥ കണക്കുകളോട് ചേർന്ന് നിന്നതാണ്. 2014 മിക്ക എക്സിറ്റ് പോൾ സർവേകളും അതിന് അനുകൂലമായി അല്ലെങ്കിൽ യഥാർത്ഥ ഫലത്തിനോട് ചേർന്ന് നിൽക്കുന്ന എന്താണ് അതിന്റെ ട്രെൻഡ് എന്ന് സൂചന നൽകിയതാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള മുൻകാല അനുഭവങ്ങൾ നമുക്കുണ്ട് നിജേഷ്. തീർച്ചയായിട്ടും. അല്ല 2000 നമ്മൾ ആ എക്സിറ്റ് പോളിനെ മാറ്റിവെച്ച് രാഷ്ട്രീയക്കാരനും മാധ്യമപ്രവർത്തകനും 2014 നേരിടുന്ന സമയത്ത് അന്ന ഹസാരെ നേതൃത്വം കൊടുത്ത ഒരു അഴിമതി വിരുദ്ധ ഇമേജ്, അതാണ് ആ ഇലക്ഷനെ സ്വാധീനിച്ചത്. അന്ന് കോൺഗ്രസിനെതിരായിരുന്നു എല്ലാവരും. 2019 എത്തിയ സമയത്ത് ഞാനതാ പറഞ്ഞു തുടങ്ങിയത്. രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്ന് നോമിനേഷൻ കൊടുക്കുന്ന ദിവസമുണ്ടായ മുസ്ലിം ലീഗിന്റെ പതാക തെരഞ്ഞെടുപ്പ് തീരുന്നത് വരെ തെരഞ്ഞെടുപ്പ് ചർച്ചയായിരുന്നു. ശരിയല്ലേ? അതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചകളിൽ ഒന്ന്. രണ്ടാമത്തൊന്നാണ് ഉത്തരേന്ത്യയിലേക്ക് കടന്നാൽ പുൽവാമയും ബാലാക്കോട്ടും ആയിരുന്നു ചർച്ച. അതിനപ്പുറത്തേക്ക് ഒരു എലക്ഷൻ, അതിനപ്പുറത്തേക്ക് ഒരു തെരഞ്ഞെടുപ്പ് വിഷയമുണ്ടായിരുന്നോ? തിരുവനന്തപുരം മുതൽ അല്ലെങ്കിൽ കന്യാകുമാരി മുതൽ കാശ്മീർ വരെ ഒറ്റ അജണ്ടയിൽ ഒറ്റ തെരഞ്ഞെടുപ്പ് ഒരേ വിഷയം വെച്ച് ക്യാമ്പയിൻ ചെയ്ത ഭാരതീയ ജനതാ പാർട്ടി ഒരു ഭാഗത്ത്. ഈ തവണ എന്താ അങ്ങനെ ഒരു വിഷയം തെരഞ്ഞെടുപ്പിൽ 1ാം ഘട്ടം മുതൽ 7ാം ഘട്ടം വരെ ഒരു തെരഞ്ഞെടുപ്പ് വിഷയത്തിലേക്ക് കൊണ്ടുപോകാൻ BJPക്ക് സാധിച്ചിട്ടുണ്ടോ? ഇപ്പൊ കേരളത്തിലെ കാര്യം നമ്മൾക്കറിയാം. കേരളത്തിൽ 3 സീറ്റ് കിട്ടുമെങ്കിൽ ഒരുപക്ഷെ ഈ സർവേ ഒക്കെ ശരിയാണ് എന്ന് ഞാനും അംഗീകരിക്കാം. കേരളത്തിൽ BJPക്ക് 3 സീറ്റും തമിഴ്നാട്ടിൽ 4 സീറ്റും കിട്ടുമെങ്കിൽ ഈ ചർച്ചയൊക്കെ റെഡിയാണ് നമുക്ക് കണക്കാക്കാം. NDA നമ്മളൊന്ന് ആലോചിക്കുക. നമ്മളിങ്ങനെ NDA എന്ന് പറയും. NDAയുടെ സഖ്യ കക്ഷികൾ ആരൊക്കെയാ? BJPക്കൊപ്പം ആരാ ഉള്ളത്? കർണാടകയിലെ ഗൗഡയുടെ ജനതാദൾ, അവിടെ എത്രത്തോളം സ്വാധീനം ഉണ്ടാക്കാൻ പറ്റും? ആരാണ് പ്രജ്വൽ രേവണ്ണയുടെ ഈ വിഷയം പുറത്തേക്ക് കൊണ്ടുവന്നത്? കോൺഗ്രസ് ആണോ? അല്ല. ഈ സഖ്യത്തിലെ BJPക്കാരാണിത് പുറത്തു കൊണ്ടുവന്നത്. ഞങ്ങൾക്ക് വേണ്ട, ഈ സഖ്യം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട്. ശരിയല്ലേ? മഹാരാഷ്ട്രയ്ക്കകത്ത് എക്കാലത്തെയും ശക്തി പാർട്ടികളായിരുന്നു ശിവസേനയും BJPയും. ആ ശിവസേന ഇന്ന് അവരോടൊപ്പം ഇല്ല. ശിവസേനയുടെ മുറിച്ചു മാറ്റപ്പെട്ട കുറച്ച് നേതാക്കന്മാർ മാത്രമാണ് മഹാരാഷ്ട്രയ്ക്കകത്തുള്ളത്. ആ മഹാരാഷ്ട്രയ്ക്കകത്ത് ഞങ്ങളുടെ കണക്ക് പ്രകാരം 2 അക്കം തികയ്ക്കാൻ BJP കഷ്ടപ്പെടും എന്നാണ് ആ രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴും ജനവിധി NDAക്ക് അനുകൂലമായി ഈ ഇടങ്ങളിലൊക്കെ ഇപ്പൊ കർണാടകത്തിൽ താങ്കൾ പറഞ്ഞതുപോലെ പ്രജ്വൽ രേവണ്ണയുടെ പ്രശ്നങ്ങളുണ്ട്, അതുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികളുണ്ട്. അതൊക്കെ വരുമ്പോഴും അനുകൂലമായ സാഹചര്യം നിലനിൽക്കുന്നു എന്നല്ലേ ഈ എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ പറയുന്നത്? ഇപ്പോ ആ മധ്യപ്രദേശിൽ, ക്ഷമിക്കണം, വെസ്റ്റ് ബംഗാളിൽ, അതുപോലെ തമിഴ്നാട്ടിൽ.
അല്ല, ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തകനാണ്. ഞാൻ ഇലക്ഷൻ പ്രോസസ് തുടങ്ങിയ സമയത്ത് വീട് കയറാൻ തുടങ്ങുമ്പോൾ നമ്മൾക്കറിയാം, വീട്ടിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം എന്താണ് ഇത്തവണത്തെ റിസൾട്ട് എന്ന്. തെരഞ്ഞെടുപ്പ് റാലികൾ കണ്ടാൽ, തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലെ ആളുകളെ കണ്ടാൽ, തെരഞ്ഞെടുപ്പിന്റെ അജണ്ട കണ്ടാൽ, തെരഞ്ഞെടുപ്പിന്റെ ഓപ്പോണൻസിന്റെ സംസാരം കണ്ടാൽ നമ്മൾക്കറിയാം. ഒരു നയിക്കുന്ന ആളുകളുടെ ഭാഷ കണ്ടാൽ, സ്വഭാവം കണ്ടാൽ നമ്മൾക്കറിയാം ഇന്ത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭാഷ, സ്വഭാവം ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങോട്ടൊക്കെ പോയി. നമ്മൾ തന്നെ ഒന്ന് വെറുതെ ആലോചിക്കേ. മുസ്ലിങ്ങളുടെ കെട്ടുതാലി പോലും കെട്ടുതാലി പോലും ഹിന്ദുക്കളുടേത് കട്ടെടുക്കും, മുസ്ലിങ്ങൾക്ക് കൊടുക്കും, ക്രിക്കറ്റ് ടീമിലേക്ക് കൊടുക്കും. എത്ര മോശമായിരുന്നു അജണ്ട, എത്ര മോശമായിരുന്നു ചർച്ചകൾ. അവസാനം ഗാന്ധിജിയെ പോലും അദ്ദേഹം സിനിമ കണ്ടതിന് ശേഷമാണ് ഗാന്ധിജിയെ 4 ആൾ അറിഞ്ഞത് എന്ന് പറയുന്ന തരത്തിലേക്ക് പോയി. ഈ തവണ നമ്മൾ മറ്റൊന്നും പറയണ്ട. ശ്രീ BJPയുടെ പ്രതിനിധി പറഞ്ഞ മോദിയുടെ അനുകൂല ഘടകങ്ങളെ പറ്റി നമ്മൾ വാരാണസിയിലെ മോദി ദത്തെടുത്ത നിജേഷ് പറയൂ. അല്ല, ഞാൻ പറഞ്ഞു വന്നത് NDA എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ കേട്ട NDA ഇല്ല. ഇന്നൊരു സ്ട്രോങ് അലി BJPക്കൊപ്പം ഇല്ല. ഇങ്ങനെ കർണാടകയിലെ ദള് അല്ലെങ്കിൽ മഹാരാഷ്ട്രയിലായിരുന്നു എക്കാലത്തെയും സ്ട്രോങ് ശിവസേന. ഇന്ന് അതിന്റെ അവശിഷ്ടങ്ങൾ ബീഹാറിലേക്ക് പോയി കഴിഞ്ഞാൽ നിതീഷ് കുമാറിനെ തട്ടിക്കൂട്ടി കൊണ്ടുപോയത് വലിയ ഭാരമായിട്ട് മാറുന്നു. ആന്ധ്രയിലാണ് ഒരു പക്ഷേ നമ്മൾക്ക് വാദത്തിന് സമ്മതിക്കാവുന്ന ഒരു പ്രതിപക്ഷ സഖ്യമെന്ന ചന്ദ്രബാബു നായിഡുവിന്റെ സഖ്യമുള്ളത്. അല്ലാത്ത എവിടെയാണ് ഉള്ളത് BJPക്ക് ഒരു സഖ്യം? നേരത്തെ കാരശ്ശേരി ഭാഷ പറഞ്ഞതിനോടുള്ള വിയോജിപ്പോടുകൂടി പറയുന്നു. ഞങ്ങൾ ഇന്ത്യ സഖ്യം എന്ന് പറയുന്നത് അതിശക്തമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിന് നേരിട്ടത്. കേരളത്തിൽ ഇല്ല എന്നുള്ളതിന് കാരണമുണ്ട്, പഞ്ചാബിൽ ഇല്ല എന്നുള്ളതിന് കാരണമുണ്ട്. കാരണം കേരളത്തിൽ LDFും UDFും തമ്മിൽ മത്സരിച്ചിട്ടില്ല എങ്കിൽ, ഞങ്ങൾ ഒരുമിച്ചാണ് മത്സരിക്കുന്നതെങ്കിൽ അപ്പുറത്ത് BJP ഒരു ശക്തിയായിട്ട് വരും. നേരത്തെ പറഞ്ഞ വ്യത്യാസത്തിലേക്ക് എത്തും. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് ഇവിടെ അവോയ്ഡ് ചെയ്യാവുന്ന ഫാക്ടറാണ് BJP എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുന്നു 27% വോട്ടിലേക്ക് BJP കേരളത്തിൽ വരുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചുള്ള ഒരു ആശങ്കയും ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഇല്ല. കർണാടകയിൽ ഞങ്ങൾ ആത്മവിശ്വാസം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ മെയ് മാസം അധികാരത്തിൽ വന്ന ഗവൺമെന്റ് നടപ്പിലാക്കിയ പദ്ധതികൾ, 1 വർഷം കൊണ്ട് നടപ്പിലാക്കിയ പദ്ധതികൾ, അത് നേരത്തെ പറഞ്ഞതുപോലെ ഉജ്ജ്വൽ യോജന എന്നൊന്നും പറയുന്ന തട്ടിപ്പുകൂട്ട് പരിപാടിയല്ല, വളരെ കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിയ പരിപാടി. ആ കർണാടക മോഡലിലെ, തെലുങ്കാന മോഡലിലെയാണ് കോൺഗ്രസ് രാജ്യത്തെ തെരഞ്ഞെടുപ്പ് അജണ്ടയാക്കിയത്. അതുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി കോൺഗ്രസിന്റെ പ്രകടന പത്രികയെ പറ്റി ചർച്ച ചെയ്തത്, BJPയെ പറ്റിയല്ല. കോൺഗ്രസിന്റെ പ്രകടന പത്രികയെ പറ്റി ചർച്ചയാക്കിയ തെരഞ്ഞെടുപ്പ് എന്ന ആത്മവിശ്വാസം ഞങ്ങൾക്കിതിലുണ്ട്. അതുകൊണ്ട് 4-ാം തീയതിയെ ഞങ്ങൾക്കൊരു ആത്മവിശ്വാസ കുറവുമില്ല. എക്സിറ്റ് പോളിനെ വളരെ കൃത്യമായി അഡ്വക്കേറ്റ് BN ഹസ്കർ, ഈ തെരഞ്ഞെടുപ്പിന്റെ വേളയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനോട് ഇത് ഈ സർക്കാരിനെ വിലയിരുത്തുന്ന തെരഞ്ഞെടുപ്പായിരിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം അന്ന് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞ മറുപടി, നിങ്ങൾ വാർത്തയും കാര്യങ്ങളും ഒന്നും കാണുന്നില്ല, അതിനപ്പുറം വലിയ സാഹചര്യം, രാഷ്ട്രീയ സാഹചര്യം രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്, അതെല്ലാം പരിഗണിക്കപ്പെടുന്ന, അതിനെല്ലാമുള്ള വോട്ടായി ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ കാണണമെന്നതാണ്. ഈ എക്സിറ്റ് പോൾ ഫല പ്രവചനങ്ങൾ, അതായത് 0 മുതൽ 3 സീറ്റ് വരെ മാത്രം LDFന് പ്രവചിക്കുന്ന ഈ എക്സിറ്റ് പോൾ ഫല സൂചനകൾ യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ അത് കേരളത്തിൽ ആന്റി ഇൻകംബൻസി ഫാക്ടറാണെന്ന് താങ്കൾ പറയുമോ? 27% BJPയുടെ വോട്ട് ബേസിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ശ്രീ KVS ഹരിദാസ് പറഞ്ഞു, 3 പേരോട് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ഒരാളെങ്കിലും നരേന്ദ്രമോദിയെ ഇഷ്ടപ്പെടുന്ന, നരേന്ദ്രമോദിയെ അംഗീകരിക്കുന്നയാളാണ്, അതൊക്കെ കേരളത്തിൽ വോട്ടുകളായി മാറിയിട്ടുണ്ടാകും എന്നാണ് താങ്കളുടെ മറുപടി. ശ്രീ KVS ഹരിദാസ് ഈ ഘട്ടത്തിൽ ഒരു മുൻകൂർ ജാമ്യം എടുത്തിട്ടുണ്ട്. അരുണാചൽ പ്രദേശിലെ എക്സിറ്റ് പോൾ ഫലവും അതിൻ്റെ റിസൾട്ടിനോട് അടുക്കുന്നു എന്ന് പറയുകയും അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്നത് ഞങ്ങൾ EVMനെ കുറിച്ച് നാളെ പരിഹാസപൂർവ്വം അതിൽ ആക്ഷേപം ഉന്നയിക്കും എന്നുള്ളതാണ്. ഇത് ഒരു മുൻകൂർ ജാമ്യം എടുക്കലാണ്. കാരണം EVMനെ കുറിച്ച് ഞങ്ങൾ ഇപ്പോഴല്ല, ഇലക്ഷൻ കമ്മീഷനിലും അതുപോലെ സുപ്രീം കോടതിയിലും പ്രതിപക്ഷ പാർട്ടികൾ പല ഘട്ടങ്ങളിലായി അതിൻ്റെ ആശങ്ക അറിയിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് EVMൽ എന്തെങ്കിലും കൃത്രിമം നടന്നിട്ടുണ്ടോ എന്നുള്ളത് അടക്കമുള്ള കാര്യങ്ങൾ ഞങ്ങൾ സുപ്രീം കോടതിയിൽ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. ആ ആശങ്ക നിലനിർത്തുന്ന തരത്തിലാണ് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഭാവി എന്നുള്ളത്. മാത്രമല്ല, മറിച്ച് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം BJPയും NDAയും ഒരൊറ്റ മുദ്രാവാക്യത്തിൽ ഒരിടത്തും ഉറച്ചു നിന്നില്ല. മോഡിയുടെ ഗ്യാരണ്ടി എന്ന് 1-ാം ഘട്ടത്തിൽ പറഞ്ഞിരുന്നത് അവസാന ഘട്ടത്തിലായിപ്പോൾ ധ്യാനത്തിലേക്ക് പോകുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹം ഒരു തരത്തിലും വീണ്ടും മോഡിയുടെ ഗ്യാരണ്ടി ആവർത്തിക്കാനുള്ള ധൈര്യം പോലും ഉണ്ടായിരുന്നില്ല. അതിന് പകരം ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ മുന്നണിയിലെ വ്യത്യസ്ത പ്രാദേശിക പാർട്ടികൾ ഒരുമിച്ച് നിൽക്കുന്നത്, കഴിഞ്ഞ 2014-19 സാഹചര്യത്തിന് വിഭിന്നമായി പരസ്പരം പോരടിച്ചിരുന്ന ഇന്ത്യ മുന്നണിയിലെ വ്യത്യസ്ത പ്രാദേശിക പാർട്ടികൾ ഒരുമിച്ച് നിൽക്കുന്ന സാഹചര്യം കേരളത്തിലും ബംഗാളിലും പഞ്ചാബിലും ഒഴികെ മറ്റിടങ്ങളിൽ, എന്തിന് ഡൽഹിയിൽ പോലും
ഒരുമിച്ച് നിൽക്കുന്ന ആം ആദ്മി പാർട്ടിയും അതുപോലെ തന്നെ കോൺഗ്രസും സകല ശത്രുതയും മറന്ന് ഒരുമിച്ച് നിൽക്കുന്ന സാഹചര്യമാണ് കണ്ടത്. അത് വലിയ പ്രതീക്ഷ നൽകുന്ന, നേരത്തെ 2019 തെരഞ്ഞെടുപ്പിൽ അന്ന് കോൺഗ്രസ് നയിക്കുന്ന മുന്നണിക്ക് ഒരുപക്ഷെ ഇത്രയധികം പിന്തുണ ഉണ്ടാവുകയോ ഇത്രയധികം പാർട്ടികളെ ഒരുമിച്ച് നിർത്തുന്നതിനുള്ള ശേഷിയോ ത്രാണിയോ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് സാഹചര്യം വ്യത്യാസമാണ്. ഒരുമിച്ച് നിൽക്കുന്ന ഇന്ത്യയിലെ വിവിധ പ്രാദേശിക പാർട്ടികളുടെ ശക്തി പ്രകടനമായി തെരഞ്ഞെടുപ്പ് മാറും. അതിൽ മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞ് തുടക്കത്തിൽ മുദ്രാവാക്യം ഉയർത്തിയിരുന്നത് അവസാനം എത്തിയപ്പോൾ ആ മുദ്രാവാക്യം തന്നെ ഉറച്ചു പറയുന്നതിന് ശബ്ദമില്ലാതാകുന്നു. തീസരി ബാർ മോദി സർക്കാർ 400 പാർ എന്ന മുദ്രാവാക്യമായിരുന്നു ഒന്നാം ഘട്ടത്തിൽ ഉയർത്തിയതെങ്കിൽ ആ മുദ്രാവാക്യം തന്നെ ഇല്ലാതാകുന്നു. അത്തരത്തിൽ കേരളത്തിലെ സാഹചര്യത്തെ കുറിച്ച് താങ്കൾ പറഞ്ഞില്ല. ഞാനൊരു ഇടവേള എടുക്കുകയാണ്. കേരളത്തെ കുറിച്ച് ചോദിച്ചതിന് താങ്കൾ മറുപടി പറഞ്ഞില്ല. ഇപ്പോൾ പശ്ചിമ ബംഗാളിലെ BJPയുടെ മികച്ച പ്രകടനം പ്രവചിക്കപ്പെടുമ്പോൾ തമിഴ്നാട്ടിലും BJPക്ക് ചെറിയ അവർക്ക് അനക്കം വെക്കാൻ കഴിയുമെന്ന് പറയുമ്പോൾ ഇതൊക്കെ ഒരു ആന്റി ഇൻകംബൻസി, ഇപ്പോൾ ഒഡീഷയുടെ കാര്യത്തിൽ ആന്റി ഇൻകംബൻസി ഫാക്ടർ അവർക്ക് ഗുണകരമാകും എന്ന വിലയിരുത്തലുണ്ടെങ്കിൽ കേരളത്തിൽ ഇടതു മുന്നണിയുടെ സീറ്റ് നില ഈ പ്രവചിക്കുന്നത് പോലെയാണ് സംഭവിക്കാൻ പോകുന്നത്. അതായത് 0 മുതൽ 3% ഇവിടെയും ഒരു ഭരണവിരുദ്ധ വികാരം എന്ന് സമ്മതിക്കേണ്ടി വരില്ലേ അഡ്വക്കേറ്റ് BN ഹസ്കർ? അതാണ് എൻ്റെ ചോദ്യം. ഗോപികൃഷ്ണൻ, ഇന്ത്യ എന്ന ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിൻ്റെ നിലനിൽപ്പ് തന്നെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ വിധിയുടെ പശ്ചാത്തലത്തിൽ മാത്രമാണ്. അപ്പോൾ ഇന്ത്യ എന്ന വിശാല ഐക്യത്തിൽ ചിന്തിക്കുമ്പോൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് സംസ്ഥാനത്തെ ഭരണവിരുദ്ധ വികാരമുണ്ടോ എന്നുള്ളത് പരിശോധിക്കാൻ ഉള്ള സാഹചര്യം ഇല്ല ഇവിടെ. മറിച്ച് ഇപ്പോൾ വന്നിട്ടുള്ള എക്സിറ്റ് പോൾ ഫലങ്ങളുടെ അടിസ്ഥാനത്തിൽ നാം ചിന്തിച്ചു കഴിഞ്ഞാൽ 3 മുതൽ 6 വരെ സീറ്റുകൾ ഇടതുപക്ഷത്തിന് പ്രവചിക്കപ്പെടുമോ? ഇപ്പോഴും ഞാൻ ആ പ്രവചനത്തിൽ അത് ശരിയല്ല. ഞാൻ പറഞ്ഞത് അവിടെ ഇടതുമുന്നണിക്ക് കൂടുതൽ സീറ്റുകൾ കിട്ടുമ്പോൾ ഇടതുമുന്നണി പ്രതീക്ഷ അർപ്പിച്ചിരുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഇത്തരം സന്ദർഭങ്ങളിൽ, അതായത് സംഘപരിവാറിന്റെ ഹിന്ദുത്വ അജണ്ട നടപ്പാക്കുമ്പോൾ അവർ കൂടുതൽ ആശ്രയിക്കുന്നതും വിശ്വസിക്കുന്നതും CPM-നെ പോലെയുള്ള ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെയാണ് എന്നൊരു വിലയിരുത്തൽ ഉണ്ടാകുമായിരുന്നുവല്ലോ. അതും ഈ കുറഞ്ഞ സീറ്റുകളാണെങ്കിൽ അതിനും നേരെ വിപരീതമായിട്ടല്ലേ ചിന്തകൾ വരേണ്ടത്? നിശ്ചയമായും ഇപ്പോൾ വന്നിട്ടുള്ള ഒരു സൂചനകൾ അനുസരിച്ച്, ഈ എക്സിറ്റ് പോൾ ഫലങ്ങളുടെ സൂചനകൾ അനുസരിച്ച് ഒരു തരത്തിലും സംസ്ഥാനത്തൊരു ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്ന് കരുതാനാവില്ല. കാരണം ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം 1 സീറ്റല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ആ സീറ്റിൽ നിന്ന് എത്ര വർദ്ധിച്ചാലും അത് ഈ ഭരണത്തിൻ്റെ നേട്ടമായി തന്നെ കരുതേണ്ടി വരും എന്നുള്ളിടത്താണ് സത്യം. അതായിരിക്കും ഒരു വിശദീകരണത്തിലേക്ക് മനസ്സിലായി. ശരി, ആ നമ്പർ വെച്ച് നോക്കുമ്പോൾ താങ്കൾ പറഞ്ഞത് അല്ല, ആ നമ്പർ വെച്ചാണെങ്കിൽ അതൊരു വളരെ എന്താ പറയാ വളരെ വളരെ തന്ത്രപരമായ ഒരു മറുപടി കൂടിയാണ്. ശ്രീ ഹസ്കർ, ശരി. ശ്രീ KVS ഹരിദാസ്, കേരളത്തിൽ NDAയുടെ പ്രകടനം അത് എത്ര സീറ്റിൽ എന്നാണ് താങ്കൾ കരുതുന്നത് ഈ എക്സിറ്റ് പോൾ ഫലങ്ങളെയൊക്കെ വിശ്വാസത്തിലെടുക്കുന്നുണ്ടെങ്കിൽ? അല്ല ഗോപി, ഞങ്ങൾ എക്സിറ്റ് പോൾ ഫലത്തെ വിശ്വാസത്തിലെടുക്കാൻ തയ്യാറാവുകയാണ്. ലെറ്റസ് വെയിറ്റ്. ഇനി ആകെപ്പാടെ ഏതാനും മണിക്കൂറുകളല്ലേ ഉള്ളൂ, നമുക്ക് കാത്തിരിക്കാം. മറ്റൊരു പ്രവചനത്തിന് ഞാൻ മുതിരേണ്ട ആവശ്യമില്ല. ഞങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ട്. വി ഹാവ് ദറ്റ് കോൺഫിഡൻസ്. പക്ഷെ ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇപ്പം എല്ലാവരും എക്സിറ്റ് പോളിനെ കുറിച്ചുള്ള ആക്ഷേപങ്ങൾ ഉന്നയിച്ചു, വിശ്വാസമില്ല എന്നൊക്കെ പറഞ്ഞു. 2014-ലും 2019-ലും കോൺഗ്രസ് തറ പറ്റിയത് രാജ്യം കണ്ടതാണ്. അന്ന് ആ പാർട്ടിയെ നയിച്ചത് ആരാണോ അതേ വ്യക്തി തന്നെയാണ് ഇന്ന് മുന്നിൽ നിൽക്കുന്നത്. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമില്ല. വേറൊന്ന്, അദ്ദേഹത്തിന്റെ ഉപദേഷ്ടാവായിട്ട് ചമഞ്ഞ് നടക്കുന്ന സീതാറാം യെച്ചൂരി. CPM എവിടെ ചെന്ന് എത്തി എന്നത് യെച്ചൂരിയുടെ കാലഘട്ടം പരിശോധിച്ചാൽ മതി. അപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നാഷണൽ പാർട്ടി എന്ന നിലയിൽ ചിഹ്നം സംരക്ഷിക്കാൻ അത്യധ്വാനം ചെയ്യേണ്ടുന്ന ഗതികേടിലെത്തിയ പാർട്ടിയുടെ നേതാവാണ് യെച്ചൂരി. ഈ തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്ന 2 സൂചകങ്ങളുണ്ട്. എൻ്റെ വിലയിരുത്തലാണ്, ഇവിടുത്തെ 2 ദേശീയ പാർട്ടികളുടെ കുഴിച്ചു മൂടിയ നേതാക്കന്മാർ എന്ന നിലയിൽ ചരിത്രത്തിൽ സ്ഥാനം പിടിക്കാൻ പോവാണ് രാഹുൽ ഗാന്ധിയും യെച്ചൂരിയും. അവര് അത്രമാത്രം അവരവരുടെ പ്രസ്ഥാനത്തെ തകർത്തിരിക്കുന്നു എന്നത് നാളെ ചരിത്രം കുറിച്ചു വയ്ക്കും, എഴുതി വയ്ക്കും. അത് അവരുടെ പാർട്ടിക്കാരുടെ പ്രശ്നമാണ്, രാജ്യത്തിന്റെ പ്രശ്നമല്ല. അവരുടെ പാർട്ടിയുടെ പ്രശ്നമാണ്, രാജ്യത്തിന്റെ പ്രശ്നമല്ല. പക്ഷെ എന്നാലും ചരിത്രം രേഖപ്പെടുത്തും ഈ 2 കാര്യങ്ങൾ. ദേശീയ പാർട്ടി ആവണമെങ്കിൽ എന്തെല്ലാം മാനദണ്ഡങ്ങൾ വേണമെന്ന് ഞാനിപ്പോൾ വിശദീകരിക്കുന്നില്ല, സമയപരിധി ഉണ്ടെന്ന് എനിക്കറിയാം. CPM-ന് അത് കിട്ടാൻ പോകുന്നില്ല ഇന്നത്തെ സാഹചര്യത്തിൽ.
ശരി, രണ്ടാമത്തെ കേരളത്തിൽ നിന്ന് ജയിക്കുമായിരിക്കും. ഇപ്പൊ രണ്ടാമത്തെ കാര്യം കൂടി കേട്ടിട്ടെങ്കിൽ ഭാസ്കർ കാരശ്ശേരി മാഷ്ക്ക് ഒരു പറയുന്ന മിനിറ്റ് സമയം കൊടുക്കണം. രണ്ടാമത്തെ കാര്യം എന്താണ്? ഞാൻ പറഞ്ഞ കോൺഗ്രസിന്റെ അവസ്ഥയാണ്. കോൺഗ്രസിന്റെ അവസ്ഥയാണ്. 2 തെരഞ്ഞെടുപ്പിൽ ലോക്സഭയിലെ പ്രതിപക്ഷ നേതൃസ്ഥാനം കിട്ടാത്ത പാർട്ടി അതേ നേതാവിന്റെ കീഴിൽ 3ാമത്തെ തവണയും മത്സരിച്ച് ദയനീയമായ പരാജയം ഏറ്റുവാങ്ങുമ്പോ 2 പാർട്ടികളെ ശവപ്പെട്ടിയിലാക്കുന്ന തെരഞ്ഞെടുപ്പായിരിക്കും ഈ ജൂൺ 4. കാരശ്ശേരി മാഷ് പറയാനുള്ളത് കൂടി അത് ഒറ്റ കാര്യം ഞാനൊന്ന് സൂചിപ്പിക്കാം. അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു അഭിമുഖത്തിൽ പറഞ്ഞു, നല്ല പ്രതിപക്ഷം ഉണ്ടായില്ല ഈ 10 വർഷം, എനിക്ക് വ്യക്തിപരമായി ഉണ്ടായ ഏറ്റവും വലിയ വേദന ഒരു നല്ല പ്രതിപക്ഷം ഈ രാജ്യത്ത് ഉണ്ടായില്ല എന്നുള്ളതാണ്. ആ വേദന ആണ് പ്രധാനമന്ത്രി ഒരു അഭിമുഖത്തിൽ പങ്കുവച്ചത്. അതിൻ്റെ സാഹചര്യം ആ നിലയിലേക്ക് തന്നെ ആയിരിക്കുമോ പോകുന്നത്? മാഷിന് പറയാനുള്ളത് കൂടി. ഗോപി, അത് പ്രതിപക്ഷം വേണ്ടത്ര ജാഗ്രത പുലർത്തുകയോ ഉണർന്ന് പ്രവർത്തിക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ളത് സത്യമാണെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. പിന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു അഖിലേന്ത്യാ കാഴ്ചപ്പാടോടുകൂടി എന്തെങ്കിലും പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്തതായിട്ട് ഞാൻ വിചാരിക്കുന്നത് BJP ആണ്. ഇവിടെ കോൺഗ്രസ് ആണെങ്കിലും DMK ആണെങ്കിലും CPM ആണെങ്കിലും തൃണമൂൽ കോൺഗ്രസ് ആണെങ്കിലും ഒക്കെ അതത് സംസ്ഥാനത്തെ കാര്യങ്ങളിൽ ഒതുങ്ങി നിൽക്കുക ചെയ്തത്. അതിന്റെ ഒരു പ്രകടമായ ഉദാഹരണമാണ് കേരളത്തിലെ ഇന്ത്യയിലെ ഒരേ ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ഈ സമയത്ത് സിംഗപ്പൂരിലേക്കും ദുബായിലേക്കും ഒക്കെ ഉല്ലാസയാത്ര പോയി എന്നുള്ളത്. അദ്ദേഹത്തിന് കേരളത്തിന് പുറത്തൊരു വിഷയമില്ല എന്നുള്ള നിലയ്ക്ക്. അപ്പോ ഒരു അഖിലേന്ത്യാ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാണേണ്ടത് ആ തരത്തിലുള്ള അഖിലേന്ത്യാ കാഴ്ചപ്പാടോട് കൂടിയുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരവേലയാണ്. അത് കൃത്യമായിട്ട് ഉണ്ടായിട്ടില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഫലം ഭരണവിരുദ്ധ വികാരം കാണിക്കുമോ എന്ന് ഗോപി ചോദിച്ചു. അത് എന്നോടല്ല, അസ്കറോടെ ചോദിച്ചു. പക്ഷെ അതിലൊരു വാക്ക് എനിക്ക് പറയാനുണ്ട്. 2019 ഉള്ള സ്ഥിതിയല്ല ഇന്ന് കേരളത്തിൽ. കാരണം ഇവിടുത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDF എവിടെ പരാജയപ്പെടുന്നുണ്ട് അവിടെയൊക്കെ ഭരണവിരുദ്ധ വികാരം പ്രവർത്തിക്കും എന്ന് മനസ്സിലാക്കാവുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. അന്നത്തെ സാഹചര്യം രാഹുൽ ഗാന്ധി നേരെ പോയി പ്രധാനമന്ത്രിയാവാണ് എന്ന മട്ടിൽ എല്ലാവരും കൂടി UDFന് കേരളത്തിൽ വോട്ട് ചെയ്തു എന്നുള്ളതാണ്. ഇന്നിപ്പോൾ അങ്ങനെ ഒരു സ്ഥിതി ഇല്ല. അതുകൊണ്ട് ഭരണവിരുദ്ധ വികാരം ഇവിടെ ഉണ്ട്. അത് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ശരി, ഏതായാലും എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നു കഴിഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കുമോ യഥാർത്ഥ ഫലം സംഭവിക്കാൻ പോകുന്നത്? അതിനോട് ചേർന്ന് നിൽക്കുന്ന തരത്തിലായിരിക്കുമോ? അതല്ല നമ്മളെല്ലാം അത്ഭുതപ്പെടുത്തുന്ന മറ്റൊരു ഫലമാണോ ഇന്ത്യൻ ജനാധിപത്യത്തിൽ കാത്തുവച്ചിരിക്കുന്നത്? അത് നമുക്ക് 4-ാം തീയതി അറിയാം. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. ന്യൂസ് ഈവനിംഗ് ഇവിടെ പൂർത്തിയാവുകയാണ്.